അപ്പോൾ നമ്മൾ രാമേശ്വരം ധനുഷ്കോടി യാത്രയിലാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാമേശ്വരത്തേക്ക് എത്താനുള്ള വഴികളും അതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാമേശ്വരം അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് നമ്മൾ നേരെ ധനുഷ്കോടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ധനുഷ്കോടിക്ക് ബജറ്റ് ട്രാവലായിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലവ് ചുരുക്കി യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ബസ്സിന് പോകാനാണ് ഉദ്ദേശിച്ചത്. അതായത് ഏകദേശം 30 കിലോമീറ്ററാണ് രാമേശ്വരം അമ്പലത്തിൽ നിന്ന് ധനുഷ്കോടിക്കുള്ള ദൂരം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ബസ് കാത്തുനിന്നു. അവസാനം ഒരു ഷെയർ ഓട്ടോ നമുക്ക് കിട്ടി. അതായത് ഒരാൾക്ക് 70 രൂപ കൊടുത്താൽ മതി. നമ്മൾ അതല്ലാതെ ഓട്ടോ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയോളം കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 70 രൂപ പെർ ഹെഡ് കൊടുത്തിട്ട് ധനുഷ്കോടിക്ക് യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ധനുഷ്കോടിക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ലൈഫിൽ 1 ടൈമെങ്കിലും പോകേണ്ടതാണ്. നമുക്ക് ലക്ഷദ്വീപോ ആൻഡമാനോ ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ധനുഷ്കോടിയെങ്കിലും സന്ദർശിക്കാൻ ഞാൻ പറയൂ. അത്ര മനോഹരമായിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിൽ കാണുന്ന കടലുകൾ പോലെ ഒന്നല്ല, നല്ല പ്യുവർ നീല കളറിലുള്ള കടൽ. നമ്മളിങ്ങനെ ദൂരം ചെല്ലും തോറും കടൽ നമ്മളോട് ഇങ്ങനെ അടുത്തടുത്ത് 2 സൈഡിൽ നിന്നും അടുത്തടുത്ത് ഇങ്ങനെ വരും. അതൊരു മസ്റ്റ് വിസിറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾ രാമേശ്വരം മുമ്പ് ധനുഷ്കോടി കൂടി വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് പഴയ ധനുഷ്കോടി ടൗൺ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പഴയ റെയിൽവേ സ്റ്റേഷനാണ്. മുമ്പ് ഇവിടെ വരെ റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ചുഴലിക്കാറ്റിലാണ് ഈ കാണുന്ന നഗരവും റെയിൽവേ സ്റ്റേഷനും എല്ലാം തകർന്നു പോയത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ബ്രിട്ടീഷുകാർ പണിത പള്ളിയും കാണാം. ആ പള്ളിയും ഇതുപോലെ ആ ചുഴലിക്കാറ്റിൽ നഷ്ടപ്പെട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇത് പ്രേത നഗരം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അന്നത്തെ പോലെ ജനവാസമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ ചെറിയ ചെറിയ മീൻ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു ലൈറ്റ് ഹൗസും കാണാം നമുക്ക്. നമ്മുടെ നേരെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി കാണുന്നവർക്ക് കണ്ടതിന് ശേഷം നമുക്ക് യാത്ര തിരിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്നതോറും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കടലെടുത്തെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. അത്ര അടിപൊളിയായിരുന്നു 2 സൈഡും. കാരണം നമ്മുടെ റൈറ്റ് സൈഡിൽ മാത്രമാണ് കടലിന് തിരമാലയുള്ളത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ കടൽ വളരെ ശാന്തമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എൻഡ് പോയിൻറ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് പതുക്കാണ്ട് നടന്നു. അപ്പോൾ 1 സൈഡ് ബസ്സിനാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ 35 രൂപയാണ് ചാർജ് ചെയ്യുക. ഓട്ടോറിക്ഷ ആണെന്നുണ്ടെങ്കിൽ 700 തൊട്ട് 1000 രൂപ വരെ മേടിക്കുന്നവരുണ്ട്. വരുന്ന വഴിക്ക് ധനുഷ്കോടി പഴയ നഗരം പ്ലസ് വിഭീഷണൻ്റെ ഒരു അമ്പലം, സീതാദേവിയുടെ അമ്പലം, അങ്ങനെ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണുന്നവർക്ക് കാണാം. 1000 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് വരികയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ നിർത്തി കാണിക്കും. അതല്ല സ്വന്തം വാഹനത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ രാമേശ്വരത്ത് നിന്ന് 30 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഇന്ത്യയുടെ ഒരു എൻഡ് പോയിൻ്റാണ്. ബംഗാൾ ഉൾക്കടലാണ് നമ്മുടെ ഈ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുന്നവർ മാക്സിമം രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങോ ആയിട്ട് വരാൻ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് വരുമ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വെയിലിനെ പ്രതിരോധിക്കാനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ റോഡിൻ്റെ എൻഡ് പോയിൻറ്റോട് ചേർന്നിട്ടുള്ള ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മണൽത്തിട്ട കാണാം. അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് കടലിൽ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യാവുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അവിടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്ന് കടലിൽ അറുമാതിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ഇറങ്ങി. ഈ കടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കടലിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 100-200 മീറ്ററോളം നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കാം കടലിലൂടെ. അത്ര ആഴേ ഈ ഭാഗത്തുള്ളൂ. അപ്പോൾ അതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നമ്മുടെ അവിടെയുള്ള കടലുകളിലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ കടലിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഈ ഭാഗത്ത് തിരമാല കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ കടലിലേക്ക് നടക്കാം. നമ്മളിവിടെ വന്നത് ഒരു ഉച്ച നേരത്തായിരുന്നു. നല്ല വെയിലാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസിന് മുമ്പിൽ ആ വെയിലൊന്നും ഒന്നുമല്ലാന്ന് തോന്നിപ്പോയി. അത്രമാത്രം എൻജോയ് ചെയ്തിരുന്നു കേട്ടോ.
അങ്ങനെ നിൽക്കണ നേരത്താണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. കടലിൻ്റെ ഒരു അറ്റത്തായിട്ടൊരു ചേട്ടൻ ബോട്ട് നിർത്തിയിട്ട് ആ ചേട്ടനും മോനും കൂടി ഇങ്ങനെ മുങ്ങി തപ്പുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് ആ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ആ ബോട്ട് ഈ കാറ്റത്ത് എങ്ങനെയാണ് അവിടെ നിൽക്കണമെന്ന് അറിയാൻ വേണ്ടി ചെന്നതായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നങ്കൂരം ഇട്ടിട്ടാണ് നിർത്തിയേക്കണത് കേട്ടോ. മണലിലേക്ക് നങ്കൂരം താഴ്ത്തി ഇറക്കിയിട്ടാണ് അവിടെ നിർത്തിയേക്കണത്. അപ്പോൾ അവർ മുങ്ങി ഇതിൻ്റെ അടിയിൽ നിന്ന് കക്കകളും കോറൽസൊക്കെ തപ്പിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടലിൻ്റെ നടുക്ക് നങ്കൂരിട്ട് നിർത്തിയേക്കുന്ന ഒരു ബോട്ടിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോണത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കടലിൽ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാലകൾ, കമ്മലുകൾ, അതുപോലെ തന്നെ മോതിരം, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ആളുടെ കയ്യിൽ, ശംഖ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിൽപ്പനയുടെ ഭാഗമായിട്ടും കൂടിയാണ് ആളവിടെ ബോട്ട് നിർത്തിയിട്ടേക്കണത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പോഴാണ് ഒരു ബസ് തിരിച്ചു പോണത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. വേറെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഓടി ബസ്സിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നല്ല ഷെയ്ക്കായിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഓട്ടമായിരുന്നു കേട്ടോ. ഓട്ടത്തിൻ്റെ അവസാനം ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ കയറി. അപ്പോൾ മെയിനായിട്ട് ഈ കാണുന്ന ഭാഗത്ത്, അതല്ലെങ്കിൽ ഈ റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ബസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ബസ് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ തിരിച്ച് കയറിയാൽ മതി. 35 രൂപ തന്നെയാണ് തിരിച്ചുള്ള ടിക്കറ്റ് ചാർജും വരുന്നത്. അങ്ങനെ ധനുഷ്കോടിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് യാത്രയാവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള കടലാണ്. അത് അത്യാവശ്യം തിരമാലകളുള്ള കടലാണ്. രണ്ടും നല്ല ബ്ലൂയിഷ് കളറാണ്, നല്ല നീല നിറത്തിലുള്ള കടലാണ്. അപ്പോൾ ഒരു സൈഡിൽ തിരമാലയുള്ള കടലും മറ്റേ സൈഡിൽ തിരമാലില്ലാത്ത ശാന്തമായിട്ടുള്ള കടലാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ രാമേശ്വരത്തേക്കും വരുന്നവരും പോകുന്നവരും മറക്കാണ്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ കാണുന്നത്, അബ്ദുൽ കലാം മ്യൂസിയം. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു മ്യൂസിയമാണ്. ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കയറാത്തത്. നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങളിത് കാണാൻ വേണ്ടി മാത്രമായിട്ടൊരു ദിവസം വരണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് യാത്ര തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഐറ്റിനറി എന്ന് പറയുന്നൊരു ചാനൽ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും യാത്രകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ എല്ലാ യാത്രാ ഡീറ്റെയിലിൻ്റെ ചിലവും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.